നമസ്കാരം. ദേവസ്വം ബോർഡിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പാലക്കാട് ജില്ലയിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് പഠിക്കേണ്ടത് തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രമാണ്. ഈ രണ്ടുമൂർത്തി എന്ന് പേര് കേൾപ്പോൾ തന്നെ രണ്ട് മൂർത്തിമാർ ഒരു ശ്രീകോവിലിരിക്കുന്ന രണ്ട് മൂർത്തിമാർ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പാലക്കാട് ജില്ലയിലെ തിരുവാലത്തൂർ ഗ്രാമത്തിലാണ് ഇവിടെ ഉണ്ട്, ഗ്രാമത്തിലാണ് ഈ രണ്ടുമൂർത്തി ക്ഷേത്രം. പിന്നെ തൃശ്ശൂർ പേരൂർ നടുവിൽമഠ സ്വാമിയാർ അറിയാം. വില്ലുമംഗല സ്വാമിയാരുടെ ഗണത്തിൽപ്പെട്ട നടുവിൽമഠ സ്വാമിമാരുടെ അധീനതയിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു, വകയാണ് ഈ ക്ഷേത്രം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിമാരാണ് നടുവിൽമഠം സ്വാമിമാർ. ആ നടുവിൽമഠം സ്വാമിമാരുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ അധികാര പരിധിയിൽപ്പെടുന്ന ഒരു വകയാണ് ഈ ക്ഷേത്രം. പിന്നെ അതുപോലെ രണ്ട് ഭാവത്തിലുള്ള ദേവിമാരാണ്. ഒന്ന് ഉഗ്രമൂർത്തിയായ മഹിഷാസുരമർദ്ദിനി ദേവി. നോക്കൂ, മഹിഷാസുരമർദ്ദിനി ദേവിയാണ് ഒന്ന്. രണ്ട് അന്നപൂർണേശ്വരി ദേവി. അന്നപൂർണേശ്വരി അതായത് പാത്രവും കയ്യിലെന്തിയ അന്നദാതാവായ അന്നപൂർണേശ്വരി ദേവിയും മഹിഷാസുരനെ മർദ്ദിച്ച ഉഗ്രരൂപിണിയായ മഹിഷാസുരമർദ്ദിനി ഭാവത്തിലുമാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത്. അതുപോലെ അന്നപൂർണേശ്വരി പാർവതി ഭാവത്തിലുള്ള അന്നപൂർണേശ്വരി ദേവിയായിട്ടും ദേവി ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ മഹിഷാസുരമർദ്ദിനിയും അന്നപൂർണേശ്വരി ദേവിയുടെയും അങ്ങനെ രണ്ട് മൂർത്തിഭാവത്തിലുള്ള മറ്റ് പല മൂർത്തിഭാവങ്ങളുണ്ട്. ഗുരുവായൂരൊക്കെ ശ്രീകൃഷ്ണന് 12 ഭാവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ മഹിഷാസുരമർദ്ദിനിയും അന്നപൂർണേശ്വരി ആ ഭാവങ്ങളിലുള്ള ഏക അല്ലെങ്കിൽ അപൂർവ ക്ഷേത്രമാണിത്. കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് ഈ തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് അന്നദാന വഴിപാടാണ്. അന്നദാന വഴിപാടാണ് പ്രധാനം. പിന്നെ ഉത്സവത്തിൻ്റെ കാര്യമൊന്നും പ്രധാനമല്ല. നമുക്ക് കാര്യത്തിലേക്ക് വരാം. പാലക്കാട് ജില്ലയിലെ തിരുവാലത്തൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ക്ഷേത്രം. തൃശ്ശൂർ പേരൂർ നടുവിൽമഠം സ്വാമിമാരാണ് നമ്മുടെ വകയാണ് ഈ ക്ഷേത്രം. പിന്നെ ഉഗ്രമൂർത്തിയായ മഹിഷാസുരമർദ്ദിനി ദേവിയും ശാന്തസ്വരൂപിണിയായ അന്നപൂർണേശ്വരി ദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് തിരുവാലത്തൂർ ക്ഷേത്രം. ഇത്തരത്തിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണെന്ന കാര്യം കൃത്യമായി ഓർമ്മിക്കുക. ഓക്കെ. ഇനി അടുത്ത നെല്ലിക്കുളങ്ങര ക്ഷേത്രമാണ്. നമ്മുടെ നെന്മാറ വേലയെല്ലാം ഉള്ള നടത്തുന്ന ക്ഷേത്രമാണിത്. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. ഓർമ്മിക്കുക, നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. നെന്മാറ നെല്ലങ്ങി വേല എന്ന ഉത്സവത്തിലൂടെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇത് വേനൽക്കാലത്ത് വയലുകൾ കരിഞ്ഞുണങ്ങി കിടക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു ആഘോഷമാണ് നെന്മാറ വല്ലങ്ങി വേല. നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. നെന്മാറ വല്ലങ്ങി വേല. പിന്നെ ഉത്സവത്തിന് അമിതമായ പ്രാധാന്യമൊന്നുമില്ല. ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഈ ആഘോഷമാണ് നമുക്ക് പ്രാധാന്യമായിട്ടുള്ളത്. നെല്ലിക്കുളങ്ങര, നെന്മാറ ഈ രണ്ട് കരക്കാർ അല്ലെങ്കിൽ രണ്ട് ദേശക്കാർ ചേർന്ന് നടത്തുന്ന ഉത്സവമാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇവിടുത്തെ ഉത്സവം നടത്തുന്നത് രണ്ട് ദേശക്കാരാണ്, നെല്ലിക്കുളങ്ങരയും നെന്മാറയും. പിന്നെ നെന്മാറ വേലയെക്കുറിച്ച് പറയുമ്പോൾ വേനൽക്കാലത്തെ വിളവെടുപ്പിന് ശേഷം ഈ വയലുകൾ കരിഞ്ഞുണങ്ങി കിടക്കുന്ന സമയത്ത് നടത്തുന്ന ഒരു സംഭവമാണ്, ഒരു ആഘോഷമാണ് ഈ നെന്മാറ വേല. മീനമാസം 20-നാണ് വേല തുടങ്ങുന്നത്. മീനം 20-നാണ് ഈ വേല തുടങ്ങുന്നത്. വേനൽക്കാലത്താണ് മീനമാസം, കുംഭമീനം മാസം, അതിൽ മീനമാസം 20-നാണ് തുടങ്ങുന്നത്. പിന്നെ നെന്മാറ വല്ലങ്ങി എന്നീ രണ്ട് ഗ്രാമങ്ങൾ ചേർന്നാണ് ഈ വേല നടത്തുന്നത്. ഓർമ്മിക്കുക, നെന്മാറ വല്ലങ്ങി, അതാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പേര് വരുന്നത്. അപ്പോൾ നെന്മാറ വല്ലങ്ങി വേല നടത്തുന്ന ഗ്രാമങ്ങൾ നെന്മാറയും വല്ലങ്ങി, ഓർമ്മിക്കുക. പിന്നെ കൊടിയേറ്റം കഴിഞ്ഞാൽ ഗ്രാമവാസികൾ ഗ്രാമം വിട്ട് പോകരുത് എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഓർമ്മിക്കുക,
കൊടിയേറ്റം കഴിഞ്ഞാൽ ഗ്രാമം വിട്ട് ഗ്രാമവാസികൾ പോകരുത് എന്ന് വിശ്വാസമുള്ള ഈ നെന്മാറ നെല്ലങ്ങി വല്ലങ്ങി വേല, നെന്മാറ വല്ലങ്ങി വേല ഈ ഉത്സവം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പേ 2 ഗ്രാമക്ഷേത്രങ്ങളിലും കൊടിയേറ്റത്തോടെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. അത് നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. പിന്നെ നെന്മാറ വേലയെക്കുറിച്ച് നെന്മാറ വേലയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നെന്മാറയിലാണ് ഭദ്രകാളി ക്ഷേത്രമാണിത്. പിന്നെ നെന്മാറ വല്ലങ്ങി വേലങ്ങ വളരെ പ്രാധാന്യമുള്ളതാണ്. നെല്ലിക്കുളങ്ങര നെന്മാറ ദേശക്കാർ ചേർന്നാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. മീനമാസം 20 ആണ് ഉത്സവം ഈ വേല ആരംഭിക്കുന്നത്. നെന്മാറ പിന്നെ വല്ലങ്ങി ഈ 2 കരക്കാർ ചേർന്ന് നടത്തുന്ന വേലയായതുകൊണ്ട് നെന്മാറ വല്ലങ്ങി വേല എന്ന പേര് കിട്ടാൻ കാരണം. പിന്നെ ഗ്രാമം വിട്ടു പോകരുത് ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് പ്രാധാന്യങ്ങളൊന്നും ഇല്ല. ഈ മീനം 20 വേനൽക്കാല സമയത്താണ് നടത്തുന്നത് എന്ന് കാര്യം ഓർമ്മിക്കുക. പാലക്കാട് ജില്ലയിലെ നെന്മാറയിലാണ് നെല്ലിക്കുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ. രക്തപുഷ്പാഞ്ജലി പ്രധാന വഴിപാടാണ്, ഓർമ്മിക്കുക. രക്തപുഷ്പാഞ്ജലി പ്രധാന വഴിപാടായ ക്ഷേത്രമാണിത്. നെന്മാറ വല്ലങ്ങി വേല എന്ന ഉത്സവത്തിലൂടെ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ് നെല്ലിക്കുളങ്ങര നെന്മാറ എന്നീ 2 ദേശക്കാരാണ് ഈ ഉത്സവം നടത്തുന്നത്. കുമ്മാട്ടി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കലയാണ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാന കലയായ കുമ്മാട്ടി അരങ്ങേറുന്ന ഒരു ക്ഷേത്രമാണ് ഈ പാലക്കാട് ജില്ലയിലെ നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രം. നെന്മാറ വേലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വേനൽക്കാലത്തെ വിളവെടുപ്പിന് ശേഷം വയലുകൾ ഉണങ്ങിക്കിടക്കുമ്പോഴാണ് ഇവിടുത്തെ നെന്മാറ വേല. മീനമാസം 20 വേല ആരംഭിക്കുന്നത്. നെന്മാറ വല്ലങ്ങി എന്നീ 2 ഗ്രാമങ്ങൾ ചേർന്നാണ് വേല നടത്തുന്നത്. വേല തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പേ വേല തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പേ 2 ഗ്രാമക്ഷേത്രങ്ങളിലും കൊടിയേറ്റത്തോടെ ആഘോഷങ്ങൾ ആരംഭിക്കുന്നു. കൊടിയേറ്റം കഴിഞ്ഞാൽ ഗ്രാമവാസികൾ ഗ്രാമം വിട്ട് പോകരുത് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതും പറഞ്ഞു. പിന്നെ നെന്മാറ ഇതൊരു പോയിന്റാണ്. നെന്മാറ ഗ്രാമം ഈ വേല ആരംഭിക്കുന്നത് മന്നത്ത് മുത്തി ക്ഷേത്രത്തിൽ നിന്നാണ്. മന്നത്ത് മുത്തി ക്ഷേത്രത്തിൽ നിന്നും വല്ലങ്ങി വേല തുടങ്ങുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നുമാണ്. അത് വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. ഘോഷയാത്രയോടെ ഈ 2 വേലകളും വൈകുന്നേരം നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെത്തും. പിന്നെ വെടിക്കെട്ട് പ്രസിദ്ധമാണ്. കാവുകയറ്റം നെന്മാറ വേലയുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കാവുകയറ്റം. അത് നമ്മൾ കാവും തീണ്ടൽ പോലെ തന്നെ മറ്റൊരു കാര്യമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ കാവ് തീണ്ടം പറഞ്ഞു. അതുപോലെ വേറെ ചടങ്ങാണ് കാവ് കയറ്റം, പിന്നാക്ക സമുദായക്കാർക്ക് വേണ്ടിയുള്ളത്. ഇനി അടുത്ത ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ കാവ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. മലബാറിലെ ശബരിമല പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലബാറിലെ ശബരിമല എന്ന ക്ഷേത്രമാണിത്. പിന്നെ ശബരിമല കാരണം അയ്യപ്പ ക്ഷേത്രമാണല്ലോ. മലബാറിൽ അയ്യപ്പ ക്ഷേത്രം കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നതാണ് മലബാറിലെ ശബരിമല എന്ന്. ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളമായിട്ട് വർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. തീർത്ഥാടകരുടെ ഇടത്താവളമായിട്ട് വർത്തിക്കുന്ന ക്ഷേത്രമാണിത്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ആരായിരിക്കും? ശ്രീധർമ്മശാസ്ത്രമാണ്. മാത്രമല്ല എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന ഒരു ചടങ്ങുള്ള ക്ഷേത്രമാണിത്. ഓർമ്മിക്കുക, എല്ലാ ദിവസവും വിദ്യാരംഭത്തിന് കുറിക്കുന്ന അതിപ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, ഇത് ഒരു സരസ്വതി ക്ഷേത്രമല്ല. എന്നിട്ടും എല്ലാ ദിവസവും നമ്മുടെ പിന്നെ കോട്ടയത്തെ സരസ്വതി ക്ഷേത്രം പറഞ്ഞപ്പോൾ നമ്മളവിടെ എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്നു. പക്ഷെ അതുപോലെ തന്നെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന ഒരു ക്ഷേത്രം ഈ ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ കാവാണ്. പിന്നെ സന്താന ലബ്ധിക്കായി ഗർഭിണികളായ സ്ത്രീകളുടെ 8 പിറക്കൽ എന്നൊരു ചടങ്ങുണ്ട്. 8 പിറക്കൽ എന്നൊരു ചടങ്ങ് ചെയ്യുന്നു. ഗർഭിണികൾ സന്താന ലബ്ധിക്കായി 8 പിറക്കൽ ചടങ്ങ് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ അയ്യപ്പൻ കാവ്. പിന്നെ അയ്യപ്പൻ തീയാട്ട് എന്നൊരു കലാരൂപം അരങ്ങേറുന്ന ഒരു പിന്നെ അനുഷ്ഠാന കലയായ അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്ന അനുഷ്ഠാന കല പിന്നെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ കാവ്. തീയാട്ട് എന്നാൽ ദൈവമായിട്ടാടൽ എന്നാണ്. ദൈവമായിട്ടാടൽ
എന്നാണ് അർത്ഥം. അതായത് ദൈവം ശരീരത്തിൽ പ്രവേശിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ദൈവത്തെ ശരീരത്തിലേക്ക് ആവാഹിച്ചിട്ട് അനുഷ്ഠാനമായിട്ട് നടത്തുന്ന ഒരു കലാരൂപമാണ് ഈ തീയാട്ട് എന്ന് പറയുന്നത്. പിന്നെ തീയാടി നമ്പ്യാന്മാരാണ് ഇത് ചെയ്യുന്നത്. ഓർമ്മിക്കുക, തീയാടി നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ചെയ്യുന്നത്. അഭീഷ്ട കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊന്നും എന്നതില്ല. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരിയിലുള്ള ശ്രീ അയ്യപ്പൻ കാവ്. ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായിട്ട് വർത്തിക്കുന്നു. പ്രതിഷ്ഠ ശ്രീ ധർമ്മശാസ്താവ്. എല്ലാ ദിവസവും വിദ്യാരംഭമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ 8 പിറക്കൽ എന്നൊരു ചടങ്ങ് ഇവിടെ ഉണ്ട്. അത് സന്താന ലബ്ധിക്ക് വേണ്ടിയുള്ളതാണ്, നല്ല സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്, ഗർഭിണികൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അയ്യപ്പൻ തീയാട്ട് എന്നൊരു അനുഷ്ഠാന കല ഇവിടെയാണ്. ദൈവമായിട്ട് ആടൽ എന്നാണ് അയ്യപ്പൻ തീയാട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ തീയാടി നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ചടങ്ങുകൾ ചെയ്യുന്നത്. ഉത്സവത്തിന് അമിത പ്രാധാന്യമില്ല. വൃശ്ചികം എന്തായാലും പ്രാധാന്യമുള്ള ഒരു മാസമായിരിക്കും, കാര്യം അയ്യപ്പ ക്ഷേത്രമാണല്ലോ. പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിലാണ് ഈ ക്ഷേത്രം. മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. ശബരിമല തീർത്ഥാടകർ ഇടത്താവളമുള്ള ക്ഷേത്രമാണിത്. മുഖ്യപ്രതിഷ്ഠ ശ്രീധർമ്മശാസ്താവാണ്. എല്ലാ ദിവസവും വിദ്യാരംഭം കുറിക്കുന്ന അതിപ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. സൽസന്താൻ ലബ്ധിക്കായി നല്ല സന്തതി പിറക്കാൻ വേണ്ടി ഗർഭിണികളായ സ്ത്രീകൾ നടത്തുന്ന 8 പിറക്കൽ ചടങ്ങ്. പിന്നെ അവർ ഈ ചടങ്ങ് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അന്ന് ഈ ശാസ്താക്ഷേത്രങ്ങളിലുള്ള നീരാഞ്ജനത്തിൻ്റെ മറ്റൊരു രീതിയായിരിക്കും. അഭീഷ്ടകാര്യ ഫലസിദ്ധിക്കായി അയ്യപ്പൻ തീയാട്ട് നടന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് ഈ അയ്യപ്പൻ കാവ്. തീയാട്ട് എന്നാൽ ദൈവമായിട്ട് ആടൽ എന്നാണ്. തീയാട്ടി നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് നടത്തുന്നത്. അഭീഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടിയാണ് ചടങ്ങ് നടത്തുന്നത്. ഈ തീയാട്ടിനെ കുറിച്ച് നമ്മുടെ അനുഷ്ഠാന കലകളെ കുറിച്ചുള്ള ക്ലാസ്സിൽ കൂടുതൽ പറയും. ഇനി അടുത്ത പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. ഓർമ്മിക്കുക, അപൂർവം മലബാർ ജില്ലയിലെ അപൂർവം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണിത്. പിന്നെ സ്വയംഭൂവായ ഒരു ക്ഷേത്രമാണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അമിത പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമല്ല ഇത്. എന്നാലും ശങ്കരനാരായണ ക്ഷേത്രം മലബാർ ജില്ലയിൽ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. പാലക്കാട് ജില്ലയിലെ അനങ്ങനടി എന്ന സ്ഥലത്താണ്, അനങ്ങനടി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ക്ഷേത്രമെന്നാണ് വിശ്വാസം. പിന്നെ ദക്ഷിണ ഭാരതത്തിലെ ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ സ്വയംഭൂവായ ഏക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ദക്ഷിണ ഭാരതത്തിലെ സ്വയംഭൂവായ ശങ്കരനാരായണ ക്ഷേത്രങ്ങളിലെ അപൂർവ ക്ഷേത്രം ഇതെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ പടിഞ്ഞാറ് പ്രതിഷ്ഠയുള്ള ശങ്കരനാരായണ സ്വാമിയാണ് ഇതിലൂടെ പ്രതിഷ്ഠ. പിന്നെ ശൈവ വൈഷ്ണവ ശക്തികൾ ഒന്നിക്കുന്ന ക്ഷേത്രമാണ്. അതായത് ശങ്കരൻ ശിവന്റെയും പിന്നെ നാരായണൻ വിഷ്ണുവിൻ്റെയും ശക്തികൾ ചേർന്ന ക്ഷേത്രമാണ്. താന്ത്രിക നടത്തിപ്പുകാർ പനാവൂർ മന എന്ന് പറയുന്ന ഒരു ഇല്ലക്കാർക്കാണ്. വലിയ മഹാക്ഷേത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രം പോലെ 5 പൂജയും 3 ശൈവേലിയുമുള്ള ഒരു ക്ഷേത്രമാണത്. ഒന്നും പ്രാധാന്യമുള്ള കാര്യങ്ങളല്ല. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പാലക്കാട് ജില്ലയിലെ അനങ്ങനടി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പനമണ്ണ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമുള്ള ശങ്കരനാരായണനാണ്. ശൈവ വൈഷ്ണവ ശക്തികൾ ഒന്നിച്ചു ചേർന്ന ശങ്കരനാരായണ മൂർത്തിയുടെ സ്വയംഭൂവായ വിഗ്രഹം നിർരീതി കോണിലുള്ള തീർത്ഥക്കുളത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രം പോലെ 5 പൂജയും 3 ശിവേലിയുമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇത്. ഇനി കൊടുവായൂർ ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്. പ്രധാനപ്പെട്ട പ്രതിഷ്ഠ സാംബശിവനാണ്. സൗമ്യഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രഥോത്സവം കൊണ്ട് പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കൊടുവായൂർ വിശ്വനാഥ സ്വാമി ക്ഷേത്രം. 700-ലേറെ വർഷമുള്ള പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് കൊല്ലങ്കോട് സ്വദേശികളായ 2 പേർ, വെങ്കടരാമ അയ്യരും പിന്നെ അയ്യരും എന്നാണ് കേട്ടോ, അയ്യരും ലക്ഷ്മി അമ്മാളും കാശിയിൽ നിന്നും പൂജിച്ചുകൊണ്ട് കൊണ്ടുവന്ന 3 ശിവ ലിംഗങ്ങളിൽ 1 ഇവിടെ പ്രതിഷ്ഠിച്ചു.
മറ്റ് രണ്ടെണ്ണം കൊല്ലങ്കോടും കൽപ്പാത്തിയിലും. പാലക്കാട് ജില്ലയിൽ തന്നെ കൊല്ലങ്കോട്ടും കൽപ്പാത്തിയിലും സ്ഥാപിച്ചു. മറ്റൊന്ന് ഈ കൊടുവായൂർ. ഇപ്പോൾ കൊടുവായൂർ, കൊല്ലങ്കോട്, കൽപ്പാത്തി ഈ 3 സ്ഥലത്തും പ്രതിഷ്ഠിച്ച 3 വിഗ്രഹങ്ങൾ ഒന്നാണ് ഇത് എന്ന് ഓർമ്മിക്കുക. പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലാണ് സാംബശിവ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം. രഥോത്സവത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് ഇത്. തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രത്തോട് സാമ്യമുള്ള വാസ്തുശില്പിയുള്ള കേരള ക്ഷേത്രമാണ് ഈ കൊടുവായൂർ ശിവക്ഷേത്രം. കൊടുവായൂർ ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം ശിവക്ഷേത്രം തന്നെയാണ്. തമിഴ് ശൈവ രീതി പ്രകാരമാണ് ഇവിടുത്തെ പൂജകൾ നടക്കുന്നത്. ഇവിടുത്തെ പൂജാരിമാരെ അറിയപ്പെടുന്നത് തന്നെ തമിഴ് ഗുരുക്കൾ എന്നാണ്. ഓക്കെ, സാമൂതിരി കുളം എന്ന് അറിയപ്പെടുന്ന ഈ കുളം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതമാണ്. അപ്പോൾ ഇവിടുത്തെ കുളത്തെ അറിയപ്പെടുന്ന പേര് സാമൂതിരി കുളം എന്ന് ഓർമ്മിക്കുക. സാമൂതിരി കുളം. അതുപോലെ തമിഴ് ശൈവ രീതിയിൽ നടത്തുന്ന ക്ഷേത്രമാണ്, പൂജ നടത്തുന്ന ക്ഷേത്രമാണ്. ഇവിടുത്തെ പൂജാരിമാരെ അറിയപ്പെടുന്നത് തന്നെ തമിഴ് ഗുരുക്കൾ എന്നാണ്. തമിഴ്നാട്ടിലെ ചിദംബരം ക്ഷേത്രത്തോടെ വാസ്തു മാതൃകയിൽ സാമ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. പിന്നെ കൊടുവായൂരിൽ സാംബശിവൻ ക്ഷേത്രമാണ് ഇത്. പിന്നെ രഥോത്സവം കൊണ്ട് പ്രസിദ്ധമാണ്. ഈ ശിവലിംഗം, ഇവിടുത്തെ ശിവലിംഗം അല്ലാതെ മറ്റ് 2 ശിവലിംഗം കൂടെ ഇതിനെ പ്രതിഷ്ഠിച്ച പൂജിച്ച വ്യക്തികൾക്കുണ്ടായിരുന്നു. അത് ഒന്ന് കൊല്ലങ്കോട്ട് സ്ഥാപിച്ചു, മറ്റത് കൽപ്പാത്തിയിലും സ്ഥാപിച്ചു. ഇനി കല്ലേക്കുളങ്ങര ഏവൂർ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ ഹേമാംബിക ക്ഷേത്രം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ദേവിയുടെ 4 ഭാവങ്ങളിൽ ഒന്നാണ് ഈ ഹേമാംബിക. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുങ്ങല്ലൂർ പഠിച്ച സമയത്ത് അവിടെ ലോകാംബികയും ഈ കല്ലേക്കുളങ്ങളിൽ ഹേമാംബികയും കന്യാകുമാരിയിൽ ബാലാംബികയും കൊല്ലൂരിൽ മൂകാംബികയും അങ്ങനെ 4 പിന്നെ അംബികാലയങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഹേമാംബികയാണ്. ഓർമ്മിക്കുക, ആ കല്ലേക്കുളങ്ങര ഹേമാംബിക ഏവൂർ ക്ഷേത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാലയങ്ങൾ ഒന്നാണിത്. അതായത് കന്യാകുമാരിയിൽ ബാലാംബികയായിട്ടും കൊല്ലൂരിൽ മൂകാംബികയായിട്ടും കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായിട്ടും ഇവിടെ ഏവൂരിൽ ഹേമാംബികയായിട്ടും സ്ഥിതി ചെയ്യുന്ന കുടികൊള്ളുന്ന 4 അംബികാലയങ്ങൾ ഒന്നാണിത്. പാർവതി ദേവി ഹേമാംബികയായിട്ട് വാണരുളുന്ന ക്ഷേത്രമാണിത്. പിന്നെ ഏരൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഓർമ്മിക്കുക, ഏരൂർ ഭഗവതി ക്ഷേത്രം അല്ലെങ്കിൽ കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത തന്നെ, ഇവിടുത്തെ പ്രതിഷ്ഠയിൽ ആദിപരാശക്തിയുടെ പ്രതിഷ്ഠയാണ്. അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള കൈപ്പത്തിയാണ്. അതായത് 2 കൈപ്പത്തിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പിന്നെ കൈപ്പത്തിയുള്ള പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ഈ ഏരൂർ ഭഗവതി ക്ഷേത്രം, അല്ലെങ്കിൽ ഹേമാംബിക ക്ഷേത്രം, അല്ലെങ്കിൽ കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ആദിപരാശക്തിയുടെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള 2 കൈപ്പത്തികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അന്തിമഹാകാളനാണ് മറ്റൊരു ഉപദേവൻ. ഇവിടുത്തെ ഉപദേവൻ അന്തിമഹാകാളൻ, അതായത് ശിവന്റെ മറ്റൊരു രൂപമാണെന്നാണ് വിശ്വാസം. അന്തിമഹാകാളൻ. രാവിലെ ദേവിയെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയെന്നും അങ്ങനെ 3 ദേവിയുടെ 3 ഭാവങ്ങളിലും ആരാധിക്കുന്നു. ഓർമ്മിക്കുക, ഇവിടെ പിന്നെ ഹേമാംബികയായി വാഴുന്ന ദേവിക്ക് രാവിലെ സരസ്വതി ഭാവവും ഉച്ചയ്ക്ക് ലക്ഷ്മി ഭാവവും വൈകിട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തെ പൂജ സമയത്ത് ദുർഗാഭാവവും ആയിട്ടാണ് ആരാധിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, വെള്ളി, വ്യാഴം, വെള്ളി ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ. നമുക്ക് ദുർഗക്ഷേത്രങ്ങളിൽ പൊതുവെ ചൊവ്വയും വെള്ളിയും പറയാറുണ്ട്. ഇവിടെ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി. ആഴ്ചയിൽ 7 ദിവസമുള്ളത് 4 ദിവസം ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായും എല്ലാം കാണുന്നു. അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 അംബികാലയങ്ങളിൽ ഒന്നാണിത്. പാർവതി ദേവി ഹേമാംബികയായിട്ട് വാണരുളുന്ന ക്ഷേത്രമാണത്. ഞാൻ പറഞ്ഞു കന്യാകുമാരിയിൽ ബാലാംബികയായിട്ട് പറഞ്ഞു. പിന്നെ കൊല്ലൂരിൽ മൂകാംബികയായിട്ട് പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ലോകാംബികയായിട്ട് പറഞ്ഞു. ഇവിടെ ഏരൂരിൽ ഹേമാംബികയായിട്ട് പറഞ്ഞു. അപ്പം ഇങ്ങനെ 4 ക്ഷേത്രം. അതിൽ ആദിപരാശക്തിയുടെ അനുഗ്രഹിക്കുന്ന ഭാവത്തിലുള്ള 2 കൈപ്പത്തികളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കൈപ്പത്തി പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ക്ഷേത്രമാണ് ഇത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടുത്തെ ഒരു ഉപദേവന്റെ പേര് ഓർമ്മിക്കുക, അന്തിമഹാകാളൻ. പിന്നെ ദേവി രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും വൈകുന്നേരം ദുർഗയായിട്ടും ആരാധിക്കുന്ന അനവധി ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണിത്.
തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ ഇവിടെ പ്രധാനമാണെന്ന കാര്യം ഓർമ്മിക്കുക. ഇനി ശ്രീ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രമാണ്. മണപ്പുള്ളിക്കാവ് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. കാര്യം മണപ്പുള്ളിക്കാവ് വേല വളരെ പ്രാധാന്യമാണ്. പാലക്കാട് നഗരത്തിന് സമീപമാണ് ഈ ക്ഷേത്രം. ദേവി മണപ്പുള്ളി ദേവിയാണ്. അടുത്ത് ഞാൻ മണപ്പുള്ളിക്കാവ് വേലയെക്കുറിച്ച് പറയുന്നു. ഗജവീരന്മാരുടെയും വെടിക്കെട്ടിൻ്റെയും കമ്പത്തിൻ്റെയും എല്ലാം അകമ്പടിയോട് കൂടിയ ആ മണപ്പുള്ളിക്കാവ് വേല. ഈ വേലയോടനുബന്ധിച്ച് കഥകളി, ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള കലാരൂപങ്ങൾ അരങ്ങേറുന്നു. ഫെബ്രുവരി മാസത്തിലെ അവസാന ആഴ്ചയും മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചകളിലൂടെയുമാണ് ഈ വേല നടക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി അവസാനം തുടങ്ങി മാർച്ച് ആദ്യ വാരം അവസാനിക്കുന്ന ഈ വേല 14 ദിവസങ്ങളിലായിട്ടാണ് ഈ വേല നടക്കുന്നത്. വേല ദിവസം നടക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു അഭിഷേകമാണ് ചാന്തഭിഷേകം. വിവിധ വസ്തുക്കൾ ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ചാന്തഭിഷേകം പ്രധാനമാണ്. അപ്പോൾ ഇത്രയാണ് ഓർമ്മിക്കേണ്ട 2 കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട. മറ്റൊന്നും ഓർമ്മിക്കേണ്ട. മണപ്പുള്ളിക്കാവ് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പിന്നെ ഇവിടുത്തെ ഭഗവതിയെക്കുറിച്ചൊന്നും പരീക്ഷയ്ക്ക് വരില്ല. മണപ്പുള്ളിക്കാവ് വേല ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. പിന്നെ നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ്. പിന്നെ ചാന്തഭിഷേകമുള്ള ജില്ല ഏതാണ്? ചാന്തഭിഷേകമുള്ള ജില്ല ഏതാണ്? മണപ്പുള്ളി ക്ഷേത്രം. ഈ കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി. അടുത്ത വായില്യംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. ശിവന്റെ പ്രതിരൂപമായിട്ട് ആരാധിക്കുന്ന വായില്ലാക്കുന്നിൽ അപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വരരുചിയുടെ 12 മക്കളിൽ ഒരാളായ ഈ വായില്ലാക്കുന്നിൽ അപ്പനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണിത്. വലിയ പ്രാധാന്യമൊന്നുമില്ല. പൂര മഹോത്സവമാണ് പ്രധാന ഉത്സവം. ശിവന്റെ അവതാരമായ വായില്ലാക്കുന്നിൽ അപ്പനാണ് പ്രധാന പ്രതിഷ്ഠ. മറ്റൊന്നും പ്രാധാന്യമല്ല. ബാക്കി വായിച്ചെടുക്കേണ്ട കേസേ ഉള്ളൂ, കാര്യമേ ഉള്ളൂ. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലാണ്. അതൊന്നും പ്രാധാന്യമില്ല. പാലക്കാട് ജില്ലയിലാണ് വായില്യംകുന്ന് ക്ഷേത്രം. വായില്യംകുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം. വായില്യക്കുന്നിൽ അപ്പൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത്രയും ഓർമ്മിക്കുക. ഇനി കിള്ളിക്കുറിശി മംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. കിള്ളിക്കുറിശി മംഗലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ ലക്കിടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മിക്കണം, കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് ഈ ലക്കിടി. അവിടെ പേരൂർ പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. അക്കരെ ഓർമ്മിക്കുക. ലക്കിടി എന്ന സ്ഥലം ആരുടെ ജന്മസ്ഥലമാണ്? നമ്മുടെ കലാരൂപങ്ങളിൽ ചോദിക്കും. അത് കുഞ്ചൻ നമ്പ്യാരുടേതാണ്. ശുഖബ്രഹ്മ ഋഷിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ശുഖബ്രഹ്മ ഋഷിയാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, മഹാദേവ ക്ഷേത്രമാണ് പ്രതിഷ്ഠ എന്നെല്ലാം ഈ പേരിൽ തന്നെ മനസ്സിലാവും. എള്ള് തുലാഭാരം നടക്കുന്നൊരു ക്ഷേത്രമാണിത്. എന്തിനു വേണ്ടി? ആയുസ് വർദ്ധിപ്പിക്കുവാനായി എള്ള് തുലാഭാരം വിശേഷാൽ വഴിപാടായുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ശംഖാഭിഷേകം, അത് മറ്റു പല ക്ഷേത്രങ്ങളുണ്ട്. ശംഖിലാണ് അഭിഷേകം നടത്തുന്ന ക്ഷേത്രം മറ്റു പലയിടത്തും ഉണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ. പിന്നെ കിള്ളിക്കുറിശി ശ്രീ മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. എള്ള് തുലാഭാരം നടത്തുന്ന ക്ഷേത്രം ഏതാണ്? ആയുസ് വർദ്ധിപ്പിക്കുന്നതിനായി ഈ ക്ഷേത്രമാണ്. പിന്നെ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ബുദ്ധിമാന്യമുള്ള കുട്ടികൾ പുലർച്ചെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തിയാൽ ബുദ്ധിവികാസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് കിള്ളിക്കുറിശി മംഗലം ക്ഷേത്രമാണ്. പിന്നെ മത്തവിലാസം കൂത്ത്, നമ്മുടെ ചാക്യാർ കൂത്ത് തന്നെ കൂത്തിനകത്തുള്ള ഒരു വകഭേദമാണ് മത്തവിലാസം കൂത്ത്. സന്താന ഭാഗ്യത്തിനായിട്ട് നേർച്ചയായിട്ട് അവതരിപ്പിക്കുന്ന ക്ഷേത്രമാണിത്. പിന്നെ വാദ്യഘോഷങ്ങളോട് കൂടിയ ഉത്സവങ്ങളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രമാണിത്. കാരണം ശിവൻ ധ്യാന നിമഗ്നായി തപസ്സിലെത്തിക്കുന്ന ശിവസങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വാദ്യഘോഷങ്ങളോട് കൂടിയ ഉത്സവങ്ങളൊന്നും ഇല്ല. കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, പാലക്കാട് ജില്ലയിൽ ലക്കിടിയിലാണ് ഈ ക്ഷേത്രം. പിന്നെ എള്ള് തുലാഭാരം നടക്കുന്ന ക്ഷേത്രമാണിത്. ശംഖാഭിഷേകം പറഞ്ഞു. ബുദ്ധിമാന്യമുള്ള കുട്ടികൾ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഈ കിള്ളിക്കുറിശി മംഗലം ക്ഷേത്രം. തപസ്സിലിരിക്കുന്ന ശിവഭാവമായതുകൊണ്ട് തന്നെ ഇവിടെ ഉത്സവം വലിയ വാദ്യമേളങ്ങളോട് ഒന്നുമല്ല. പിന്നെ മത്തവിലാസം കൂത്ത് ഏത് ക്ഷേത്രത്തിലാണ്? സന്താന ഭാഗ്യത്തിനായിട്ട്, അതും ഈ ക്ഷേത്രത്തിലാണ്. ഇനി പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി. കേരളത്തിലെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വരാഹമൂർത്തിയുള്ള അപൂർവം ക്ഷേത്രമാണെന്ന് ഓർമ്മിക്കുക. അപ്പോൾ വരാഹമൂർത്തി ക്ഷേത്രം തന്നിരിക്കുന്നതിൽ എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് വന്നാൽ അത് പന്നിയൂരാണ്. പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം.
പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലാണ് ഈ ഒറ്റപ്പാലത്ത് ആനക്കര പഞ്ചായത്തിലാണെന്നും പ്രാധാന്യമല്ല. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ക്ഷേത്രം. പരശുരാമൻ നിർമ്മിച്ചതാണ് എന്ന് ഐതിഹ്യം, പക്ഷെ അതൊന്നും പ്രാധാന്യമുള്ള കാര്യമല്ല. അടുത്തൊരു പ്രാധാന്യം, ക്ഷേത്ര നിർമ്മിതിയിലെ ഒരു തച്ചനായിരുന്ന അപ്പത്ത് അട്ടേരിയുടെ ശിലാലിഖിതങ്ങൾ, കൊത്തുപണികൾ, ആലേഖനം ചെയ്ത ചെമ്പു തകിടുകൾ എന്നിവ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ കഴിയുന്ന ചില ചെമ്പു തകിടുകൾ, ശിലാലിഖിതങ്ങൾ, കൊത്തുപണികൾ ഇവയെല്ലാം അപ്പത്ത് അട്ടേരി എന്ന് പറയുന്ന ഒരു തച്ചൻ്റെതാണ്, അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണത്തിൽ നിപുണനായിരുന്ന അപ്പത്ത് അട്ടേരിതാണ്. അത് ഈ ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ മാത്രമേ കാണാൻ കഴിയൂ. ക്ഷേത്രം പുതുക്കിപ്പണിത് ഉളിയന്നൂർ പെരുന്തച്ചൻ, നമ്മൾ നേരത്തെ പറഞ്ഞ വയലില കുന്നിലപ്പൻ്റെ സഹോദരനായ പെരുന്തച്ചനാണ് എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, അങ്ങനെയുള്ള പല ക്ഷേത്രങ്ങൾ, കൊട്ടാരക്കര ക്ഷേത്രങ്ങൾ, ഗണപതി ക്ഷേത്രങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പെരുന്തച്ചനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അതിന് വ്യത്യസ്തമായി പെരുന്തച്ചൻ പണിത അവസാന ക്ഷേത്രമാണ് ഇത് എന്നാണ് വിശ്വസിക്കുന്നത്. ദേവീ സമേതനായ ദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതായത് ഭൂമി ദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ മറ്റേ ഐശ്വര്യ പൂജയും എല്ലാം ഉണ്ട്. അതൊന്നും പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓർമ്മിക്കുക, വരാഹ പ്രതിഷ്ഠയുള്ള അപൂർവം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാലക്കാട് ജില്ല ഒറ്റപ്പാലത്താണ്. പിന്നെ ഓർമ്മിക്കേണ്ട കാര്യം, അപ്പത്ത് അട്ടേരിയുടെ ശിലാലിഖിതങ്ങൾ, പണികൾ, ആലേഖനം ചെയ്ത ചെമ്പു തകിടുകൾ എന്നിവയെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഭൂമി ദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അടുത്ത ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രമാണ്. ഇത് പാലക്കാട് ജില്ലയിലെ അപൂർവം ഹനുമൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നിറമാല, വടമാല എന്നിവയാണ്. ശ്രീരാമനവമി ഉത്സവം പ്രധാനമാണ്. മുഖ്യ പ്രതിഷ്ഠ ആഞ്ജനേയ സ്വാമിയാണ്. പാലക്കാട് കോട്ടയ്ക്കുള്ളിലെ ഒരു ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, പാലക്കാട് കോട്ടയ്ക്കുള്ളിലെ ക്ഷേത്രം താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് ഈ ക്ഷേത്രമാണ്. ഇവിടെ ഹനുമാൻ കാവ് എന്നും അറിയപ്പെടുന്നു, എന്നും കോട്ട എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ഓർമ്മിക്കുക, ഹനുമാൻ കാവ് എന്നും കോട്ട എന്നും അറിയപ്പെടുന്ന ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ ഹനുമാൻ കാവ് ആഞ്ജനേയ സ്വാമി ക്ഷേത്രമാണ്. അമിത പ്രാധാന്യമൊന്നും ഇതിനില്ല. ഈ നോട്ട് തയ്യാറാക്കിയത് നിങ്ങൾക്ക് സ്ലൈഡിന് വേണ്ടി, നിങ്ങൾക്ക് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയാണെന്ന് മാത്രം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രമാണ്. വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിലെ പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാശിയിൽ പോകുന്നതിൻ്റെ പകുതി പുണ്യം ഇവിടെ ദർശിച്ചാൽ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ്. പിന്നെ ഇതിന് സമീപത്തായിട്ട് കാശിയിൽ ഗംഗ, അല്ലെങ്കിൽ ബനാറസിന് ഗംഗയുടെ തീരത്തിലെ ബനാറസിലെ ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഇവിടെയും കാശിയുടെ പാതി പുണ്യമായിട്ട് ഈ നദിയും ഒഴുകുന്നു, കൽപ്പാത്തിപ്പുഴ. അപ്പോൾ ഗംഗയ്ക്ക് സമാന്തരമായിട്ട് ഇവിടെ കൽപ്പാത്തിപ്പുഴയെ വിശ്വസിക്കുന്നു. കാശി ക്ഷേത്രത്തിന് സമാന്തരമായിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തെ, ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തെ ദർശിക്കുന്നു. അപ്പോൾ പിന്നെ മാത്രമല്ല, തെക്കൻ കാശി എന്ന വിശേഷണവും കൽപ്പാത്തി ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിനുണ്ട്. പാർവതി സമേതനായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അത് പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രാധാന്യ കാര്യങ്ങൾ, കാശിയിൽ പോകുന്നതിൻ്റെ പാതി പുണ്യം ഇവിടെ ദർശിച്ചാൽ ലഭിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഈ കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം. പേരിൽ തന്നെ ദേവിയും ഉണ്ട് ഉള്ളതാണ് ഏറ്റവും പ്രത്യേകത. കൽപ്പാത്തി പുഴ ഒഴുകുന്നത് ഏത് ക്ഷേത്ര സമീപത്താണെന്ന് ചോദിച്ചാൽ അതും ഈ ക്ഷേത്രമാണ്. പിന്നെ കൽപ്പാത്തി രഥോത്സവം വളരെ പ്രധാനമാണ്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു രഥോത്സവമാണിത്. നേരത്തെ ഞാൻ പറഞ്ഞു, കൊടുവായൂരിലും പിന്നെ കൊല്ലംകോട്ടും പിന്നെ ഇവിടെ കൽപ്പാത്തിയിലും 3 ശിവലിംഗം സ്ഥാപിച്ചു. അത് കാശിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ കാശിയിൽ നിന്ന് കൊണ്ടുവന്ന ലക്ഷ്മി അമ്മാളും വെങ്കടരാമ അയ്യരും കൊണ്ടുവന്ന അവർ പൂജിച്ചിരുന്ന 3 ശിവലിംഗങ്ങൾ, ഒന്ന് കൊല്ലംകോട്ടും, മറ്റത് കൊടുവായൂരും, മറ്റത് ഇവിടെ കൽപ്പാത്തിയിലും സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. കൈലാസനാഥൻ്റെ പഞ്ചമുഖ വിഗ്രഹ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രം, അത് ഓർമ്മിക്കുക. കൈലാസനാഥൻ്റെ ശിവന്റെ പഞ്ചമുഖ വിഗ്രഹമുള്ള അപൂർവ പ്രതിഷ്ഠ ഈ കേരളത്തിൽ ഏത് ക്ഷേത്രത്തിലാണെന്ന് ചോദിച്ചാൽ ഓപ്ഷനിൽ കൽപ്പാത്തി ഉണ്ടെങ്കിൽ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമെന്ന് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഇനി പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അതിൽ ഒന്ന് പാവക്കൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രമാണ്. ഓർമ്മിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാവക്കൂത്ത് ഉത്സവം നടക്കുന്ന ക്ഷേത്രം ഈ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രമാണ്.
കരികളി എന്ന നൃത്തോത്സവം. കരികളി അതൊരു പുരാതന നൃത്തരൂപമാണ്. കരികളി നമ്മൾ യൂട്യൂബിൽ കയറി നോക്കിയാൽ അറിയാം, ഞാൻ നോക്കിയതാണ്. കരികളി എന്ന നൃത്തോത്സവം നടക്കാറുള്ള ക്ഷേത്രമാണിത്, ഈ ക്ഷേത്രം. അപ്പോൾ ഇത്രയും ഈ കാര്യം പറയാനുള്ളൂ. പാവക്കൂത്തുത്സവം നടക്കുന്ന ക്ഷേത്രമാണ്, മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. പാലക്കാട് ജില്ല നമ്മൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് പഠിച്ചു. ഇതുപോലെ ഇനി ഓരോ ജില്ലയും ഓരോ മാസം പഠിക്കാം. വടക്കൻ ജില്ലകളിലോട്ട് പോകുമ്പോൾ ഈ പരീക്ഷകൾ, ഇപ്പം പ്രത്യേകിച്ചും തിരുവിതാംകൂർ LDC പോലത്തെ പരീക്ഷകളിൽ ചോദ്യസ്ഥലങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും, എന്നാലും വരും. അതുകൊണ്ടാണ് ഓരോ ജില്ലയും നമുക്ക് ഓരോ ക്ലാസ് ഒതുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് ബൈ.